ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നതാണ്. ആദ്യമായിട്ട് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കുണ്ടല്ലോ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഒറ്റ സംഭവമേ ഉള്ളൂ. ഒരു 19 വയസ്സുകാരി പെൺകുട്ടി ഒരു 31 വയസ്സുകാരനെ കല്യാണം കഴിച്ചു. അതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ കണ്ട്. അപ്പോൾ എനിക്കും തോന്നി ഞാനും ഒന്ന് റിയാക്റ്റ് ചെയ്താലോ എന്ന്. ആ കുട്ടി ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അച്ഛനമ്മമാർ, അവരുടെ അച്ഛനമ്മമാർ, നമ്മുടെ അതുപോലെ തന്നെ കുറേ സെലിബ്രിറ്റീസ്, ഇവരൊക്കെ നമ്മൾ ഇതുപോലെ ഏജ് ഡിഫറൻസ് ഉള്ളവർ കല്യാണം കഴിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. അവർ നല്ല രീതിയിൽ ലൈഫ് ലീഡ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ചിലവർ ഇടയ്ക്ക് വെച്ചിട്ട് അത് എന്താണ് ഡിവോഴ്സ് സിറ്റുവേഷനിലൊക്കെ പോയി പിരിഞ്ഞ് പോകുന്നതും നമ്മൾ കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. എനിക്ക് ഇതിൽ പറയാനുള്ളത്, അത് ആ കുട്ടിയുടെ പേഴ്സണൽ തീരുമാനമാണ്. കുട്ടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഇൻഫ്ലുവൻസർ ആണല്ലോ, അത്യാവശ്യം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുട്ടിയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം എൻ്റെ കാലത്തൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കാലം എന്ന് പറയുമ്പോഴേക്കും ഒരു 2010, 11, 12 ആ ഒരു കാലഘട്ടത്തിലൊക്കെ എൻ്റെയൊക്കെ വിചാരം ഉണ്ടല്ലോ, കല്യാണം അതാണ് എല്ലാം. എൻ്റെ കല്യാണം ഞാൻ ലോങ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് എന്തിനാണ് ഇനി പഠിക്കുന്നത്? ഞാൻ MSc ചെയ്യുന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണം ഉറപ്പിച്ച സമയം. അപ്പോൾ ആ സമയത്ത് എന്തിനാണ് ഇനി പഠിക്കുന്നതെന്ന് വരെ ഞാൻ ചിന്തിച്ചൊരു സമയം ഉണ്ടായത്. കാര്യം കല്യാണം കഴിക്കാൻ പോകണയാണല്ലോ, കല്യാണമാണല്ലോ എല്ലാം. അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് പാസ്റ്റാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, ഇപ്പോഴും അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സങ്കടം തോന്നി. എന്തായാലും എന്താണ്, ആ കുട്ടി ചെറിയൊരു 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പക്വതയുടെ അതിൻ്റെ ഒരു അറ്റത്ത് എത്തിയിട്ടുള്ള ഒരു മെച്യൂരിറ്റി സിമ്പിൾ മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ് വളരെയധികം കുറവുള്ളൊരു കുട്ടിയാണത്. എന്തോ ആയിക്കോട്ടെ, ആ കുട്ടിയുടെ തീരുമാനം അത് ആ കുട്ടിയുടെ പേഴ്സണൽ തീരുമാനം. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് ഉദ്ദേശിക്കുന്നത് 19 വയസ്സ് ആയാൽ, 18 വയസ്സ് പൂർത്തിയായി 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ തീരുമാനം എടുക്കാം എന്നാണ്. പക്ഷേ ഇനി ഞാൻ ആ കുട്ടിയുടെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം കേട്ടോ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം. അപ്പോൾ എനിക്കൊരു ജോലി ചെയ്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുമ്പോഴും, പിന്നെ മാരേജ് കഴിഞ്ഞ സിറ്റുവേഷൻ നമുക്ക് റെസ്പോൺസിബിലിറ്റീസായി, കുട്ടികളായി, നമുക്ക് പ്രയോറിറ്റി വേറെയാണ്, നമ്മളല്ല. അപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, കല്യാണത്തിന് മുന്നേ എനിക്കൊന്ന് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, കല്യാണത്തിന് മുമ്പ് എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്കിഷ്ടമുള്ളത് ചെയ്യാനും നമുക്ക് താല്പര്യമുള്ളത്, നമുക്കിപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സപ്പോർട്ട് അത് കൊടുക്കാനും ഒക്കെ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് കല്യാണത്തിന് മുന്നേ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചൊരു സമയം ഇപ്പോഴാട്ടോ ഞാൻ ചിന്തിക്കുന്നത്. ആ സമയത്തൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഞാനെപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, സങ്കടമുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ട് ഇപ്പോഴും കുട്ടികളിങ്ങനെ കല്യാണം നമ്മുടെ ലൈഫിൽ കല്യാണമല്ല കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഞാൻ എപ്പോഴും അപ്പോഴും ഇപ്പോഴും എൻ്റെ ലോങ് വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നതാണ്. നമുക്ക് കല്യാണമല്ല നമ്മുടെ പ്രയോറിറ്റി. ഇപ്പം ഞങ്ങൾക്ക് ഇനി ബാക്കിലേക്ക് പോകാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറ്റില്ലല്ലോ, പറയത്തില്ല എന്നല്ല, നമുക്ക് ഇനി ബാക്കിലേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ സന്തോഷം കണ്ടെത്തുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകുക, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊക്കെ ഇനിയും സമയമുണ്ട് മക്കളെ. എന്തിനാ ഈ കല്യാണം എന്ന് പറഞ്ഞ്? അതിനൊക്കെ സമയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്ര നാൾ നമ്മളെ പഠിപ്പിച്ച് നമ്മളെ വളർത്തി നമ്മൾക്ക് വേണ്ടി ജീവിച്ച അച്ഛനും അമ്മയും അല്ലേ, അവരെയൊക്കെ ഒരു നിമിഷത്തിൽ നമ്മൾ മറന്നു പോകാമെന്ന് പറഞ്ഞാൽ അതും ഇച്ചിരി എനിക്കിച്ചിരി വേദനാജനകമായൊരു ഭയങ്കര വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. അതൊക്കെ നമ്മളെ പരിഗണനയിൽ ഉണ്ടാവണം, നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും. കാര്യം നമ്മൾ എപ്പോഴും നമ്മളുടെ നല്ലതിന് വേണ്ടി എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ അച്ഛനും അമ്മയും. കാര്യം അവർക്കറിയാം നമുക്ക് എന്താണ് നല്ലത്. നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നവരും അവർ തന്നെയാട്ടോ. അല്ലാതെ ഈ 2 വർഷം കൊണ്ട് കണ്ട ഒരാളോ അല്ലെങ്കിൽ 1 വർഷം മുമ്പ് കണ്ട ഒരാളോ ഒന്നുമല്ല. നമ്മൾ കുഞ്ഞുനാളിലെ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം അറിയാവുന്നവരാണ്. അവരെ ഒരു നിമിഷം കൊണ്ട് നമ്മളിങ്ങനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും എനിക്കിച്ചിരി
സങ്കടം തോന്നി. അതൊക്കെ ഞാനിങ്ങനെ കൂടുതൽ കേട്ടപ്പോഴാട്ടോ എനിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ ഇനിയെങ്കിലും ഇതൊന്നും ഇന്നത്തെ കുട്ടികൾ എന്തായാലും ഞങ്ങളുടെ ഒരു ജനറേഷനേക്കാളും എന്തുകൊണ്ടും ഭയങ്കര പക്വതയുള്ളവരും അതേപോലെ തന്നെ എല്ലാ കാര്യഗൗരവം ഉള്ളവരും എല്ലാം അറിയുന്നവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാട്ടോ ഞങ്ങളുടെ പോലുള്ളവർ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ ആ ഇൻഡിപെൻഡൻ്റ് ആകാൻ നോക്കുന്നവരുണ്ട്. ഞങ്ങളെക്കാളും അറിവും ബുദ്ധിയും എല്ലാം ഉള്ളവരാണ്. അപ്പോൾ അതിൽ ഈ മൈനോറിറ്റീസ് ഇങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് തെളിയിച്ച് തന്ന് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ ആ കുട്ടീനൊന്നും കുറ്റം പറയുന്നില്ല. ആ കുട്ടിയുടേതായ തീരുമാനങ്ങളുണ്ടാവും. പക്വതയുള്ള 19 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ എന്തായാലും മെച്യൂരിറ്റി ആയതാണ്. പക്ഷേ മെച്യൂരിറ്റി എന്നൊന്നും നമുക്ക് 19 വയസ്സൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ പോലും എനിക്കിപ്പോൾ 30+ ആണ് എൻ്റെ ഏജ്. പക്ഷേ എനിക്ക് പോലും ഒരു പക്വതയെന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ അതൊരു പല സ്റ്റേജാണ്. വൈഫായി, പിന്നെ മദറായി, ഡോട്ടർ ഇൻലോ ആയി, നമുക്ക് വീട്, അങ്ങനെ പല പല പ്രയോറിറ്റീസാണ്. ഇതെല്ലാം കൊണ്ടാകുമ്പോഴേക്കും നമുക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണത്. അതിന് നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ് പല പല കാര്യങ്ങളും. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നിയതാണ്. ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇച്ചിരി ലോങ് ആയിപ്പോയി. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും ആ കുട്ടിയുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ, ആ കുട്ടി എടുത്ത തീരുമാനം നല്ല രീതിയിൽ, ആ കുട്ടിക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ മംഗളാശംസകളും ഞാൻ നേരെയാണ്. എൻ്റെ പ്രാർത്ഥനകളും ഉണ്ടാകും. എന്തായാലും ആ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ കേട്ടോ. Bye bye.